ഹലോ എടാ, ഞാൻ ലേബർ റൂമില് പ്രസവിച്ചന്ന്. ഇത് ATM മെഷീനല്ല, കാർഡിട്ട് പൈസ എടുത്തോണ്ട് വരെ. ഡേയ്, ആര്? അവളച്ഛനാ? എടാ, നിനക്കറിഞ്ഞൂടെ അവരെ വീട്ടിൽ റബ്ബർ ഓട്ടം വന്നിട്ട് ഞാൻ അവളെ അടിച്ചോണ്ട് വന്നേല്ലേടാ. അയാളിപ്പോ എന്നെ ടാപ്പിംഗ് കത്തി കയറ്റാൻ നടക്കുന്നു. കിട്ടിയാ കൊല്ലു എന്നെ. വെച്ച് വെച്ച് ഇതാണ് ഈ സർക്കാർ ആശുപത്രിയുടെ കുഴപ്പം. ഈ ജനറേറ്ററിനൊക്കെ എന്തോന്ന് സൗണ്ടാണിത്? ജനറേറ്ററല്ല, ജനാർദ്ദൻ തമ്പി. അമ്മോ അമ്മോ, വന്ന പൊടിച്ചിക്കുട്ടി, പൊടിച്ചിക്കുട്ടി. ഒടിച്ചുപട്ടിയാ? ഒടിച്ചുപട്ടിയല്ല, പൊടിച്ചിക്കുട്ടി. ഡീ, നിന്റെ അച്ഛൻ വന്നേക്കത് പിണക്കൊക്കെ മാറി. ഡീ, എന്തെങ്കിലും കഴിക്കാടുത്തൊരു വാടി. കഴിക്കാടുത്തുണ്ടോ? ഞാനാ അവള് പുട്ടവിക്കാൻ കിടക്കല്ല, പ്രസവിക്കാൻ കിടക്കാണ്. അയ്യോ, അത് ഞാൻ മറന്നുപോയി അമ്മാവ. അമ്മാവ എന്തായാലും വന്നല്ല, എനിക്ക് സന്തോഷമായി. കേറി വാ അമ്മാവ. ഞാൻ വരൂല, ഞാൻ തീർത്ഥത്തിൽ ചവിട്ടിട്ടേ വരൂ. അത്യാവശ്യം വൃത്തിയുള്ള ഒരു ആശുപത്രിയാണ് ഇത്. ചുമ്മാ ആവശ്യമുള്ള സാധനങ്ങൾ ചവിട്ടി നാറ്റിക്കരുത്. അതല്ല, ഉണ്ണെ തീർത്ഥം ചവിട്ടിയേ വരുള്ളൂ. ഉണ്ണേ തീർത്തോ? എനിക്കെന്തോ കുഴപ്പം. ചിരിക്കാതെ കാര്യം പറ. ചിരിച്ചതല്ലെന്ന്. പിന്നെ എന്റെ നെഞ്ച് നീറാണറിയാമോ നിനക്ക്? എന്തിന്? എന്റെ മോള് പൊടിച്ച്. പിന്നെ നെഞ്ചിന് മുളക് പൊടിച്ചാൽ നീറൂലേ? അയ്യോ, അതല്ലത്, എന്റെ മോള് പൊടിച്ചാണ് എന്റെ നെഞ്ചിന് മൊത്തം ഒന്ന്. അങ്ങനെ പറഞ്ഞതാ? അമ്മ, ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ. ഞാൻ അവളെ വിളിച്ചിറക്കിക്കൊണ്ട് പോയി അന്തസ്സായിട്ട് ജീവിക്കുന്നു, ഒരു കുഴപ്പമില്ല. ഞാൻ അധ്വാനിയാണ്, പിന്നെ എന്താണ് എനിക്കുള്ള കുഴപ്പം? എടാ, ഇതൊക്കെ ശരിയെന്നാ, നീ പൊന്നുപോലെ എന്റെ മോളെ നോക്കുന്നു ഉണ്ട്. പക്ഷെ എനിക്കെന്തോ നിന്നെ അങ്ങോട്ട് കണ്ണെടുത്താ കണ്ടുവിടണ. ഒരുമാതിരി വൃത്തിയോട് പറയരുത്. ഞാനും ഒരാള് വളർത്തിയ മോനാണ്. വളർത്തിയ മോളാ? തലയെ വെച്ച ഉറുമ്പരിക്കും തലയെ വെച്ച പേരരിക്കും എന്ന് പറഞ്ഞ് വളർത്തിയ മോളാണ്, അറിയാമോ നിനക്ക്? എങ്ങനെ? തലയെ വെച്ചാലേ ഉറുമ്പരിക്കും, തലയെ വെച്ചാ പേരരിക്കും. അങ്ങനെ വളർത്തിയ മോളാണ് എന്റെ മോള്. എനിക്ക് എന്റെ മോളെ വേണം. അപ്പൊ നിങ്ങൾക്ക് വേണ്ടത് മോളല്ല, പിന്നെ ഒരു കവർ DDTയും ഒരു പേൻചീപ്പും. ഞാൻ ആവശ്യം സംസാരിക്കുന്നത് അറിയാമോ? സംസാരിക്കല്ല, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ ഭയങ്കര അച്ഛന്റെ കാര്യം പറഞ്ഞില്ലേ? ഞാൻ ഒരു തന്തയില്ലാത്തവനാണ്. അതിന്റെ കണ്ടപ്പോഴേ മനസ്സിലായി. അതല്ലത്, പിന്നെ ഞാൻ ഒരു അച്ഛനില്ലാതെ വളർന്നവനാണ്, അറിയാമോ? എടാ പൊന്നു മക്കളെ, നീയാ നാറി വീടിന് തള്ളെ കൂടെ നാറ്റിക്കാൻ നിന്നാ. അമ്മ ഒരുമാതിരി അനാവശ്യം പറയരുത്. അമ്മ ഒരുമാതിരി അനാവശ്യം പറയരുത്. അറിഞ്ഞൂടാ, എന്റെ അമ്മണി ഇപ്പൊ പഴയതുപോലെ അല്ല. അത് ഇത്രയും പ്രായമൊക്കെ അതുകൊണ്ടായിരിക്കും. അതല്ലെന്ന്, എന്റെ ഭാര്യ അമ്മണി ഇപ്പൊ പഴയതുപോലെ അല്ലെന്ന്. അയ്യോ, അമ്മായി അവിടെ അവൾ ഇരുട്ടത്തിന് ഒറ്റയ്ക്കിരുന്ന് കറിയുന്നെന്ന് പറയാമോ നിനക്ക്? ഇരുട്ടത്താ? എനിക്ക് അവളെ വെളിച്ചത്ത് കൊണ്ടുവരണം. ഞാൻ ഏത് അമ്പലത്തിൽ കൊണ്ടുപോകണം? ഏത് ഡോക്ടറെ കാണിക്കണം? പരാതി നീ പറ. ഒന്നും വേണ്ട, നക്കിത്തരം കാണിക്കാതെ കറണ്ട് ബില്ലും കൊണ്ട് അടച്ചാൽ മതി. എന്റെ പട്ടി അടയ്ക്കും. അമ്മാവ, ഒരു കാര്യം, എന്റെ കൊച്ചിപ്പോ ജനിക്കാൻ പോവാണ്. ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കരുത്. ഒരുത്തി നിറ വയറോട്ട് ഇരിക്കാണ്. ഇവിടെ ഘോഷയാത്ര നടക്കുന്ന ഘോഷയാത്ര അല്ല, നിറവറ നിലവിളൊക്കെ നിറവറല്ല കളവാ, നിറ വയറായിട്ട് ഇരിക്കണം അതിനകത്ത്. അത് ശരി. അതുകൊണ്ട് അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം. രണ്ട് ദിവസം ഞാൻ ഉറങ്ങിയിട്ട് ഒരുപോലെ കണ്ടടച്ചിട്ടില്ല ഞാൻ. നീ ഉറങ്ങിയില്ലേ? ഇല്ല. എടാ, BP കയറുന്നു, പോയി കിടന്ന് ഉറങ്ങി വേണം. അപ്പൊ ഇവിടെ ആര് നിൽക്കും? ഞാൻ നിൽക്കുമെന്ന്. അപ്പൊ പിണക്കൊക്കെ മാറിയാ? പിണക്കം എന്തായാലും ഇവിടെ ഒരു കൊച്ചു ജനിക്കാൻ പോണു, ഞാൻ കിടന്ന് ഉറങ്ങിയാണ്. പിന്നല്ല, എടാ എന്റെ അമ്മാവന് നന്മ വരുത്തണേ. അമ്മ അവിടെ ഉണ്ട്. എടാ നാറി, എടാ നിന്നെ എനിക്ക് ഒറ്റയ്ക്ക് അടിച്ചല്ലേടാ, ആരോഗ്യമില്ല. അതുകൊണ്ടുള്ള പണിയാണ് ഞാൻ കാണിച്ചത്. എടാ, ഇതിനകത്ത് കിടന്ന് ഓടുന്നതേ എന്റെ ചോരയാണ്, എന്റെ ചോര. പിന്നെ ഇതിനകത്ത് കിടക്കണം എന്തത്? കട്ടൻ ചായ. നിന്നെ കൊല്ലൂടാ. എടാ, ശത്രു വേണ്ട. നിങ്ങളെ റെഡിയാക്കും. എതിരാളി അടിച്ചു തള്ളിയിടുന്നതാണ് എന്റെ വരുവൻ. സൂപ്പർ വരുവൻ, അടിപൊളി വരുവൻ. ചത്ത് കിടന്നാലും ചമഞ്ഞേ കിടക്കത്തുള്ളൂ. അടി കിടന്നാലും പിടിയാൻ പറ്റില്ല. ഒരു മര്യാദയ്ക്ക് വേണം കേട്ടോ ഓരോ കാര്യങ്ങൾ അടിക്കാൻ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണേ. ഈ കൊച്ചു ജനിക്കുമ്പോഴത്തേക്കും ഈ ലെവൽ, ഈ രാഘവന്റെ ലെവല് മാറും. നിങ്ങൾ നോക്കിയോ? ഈ കൊച്ചു ജനിക്കുമ്പോ കൊച്ചിന്റെ പേര് എന്റെ അച്ഛന്റെ പേരിടണം. എങ്ങനെ? എന്റെ കൊച്ചു ജനിക്കൂലേ, ആ കൊച്ചു ജനിക്കൂലേ, അപ്പൊ എന്റെ അച്ഛന്റെ പേരിടണം. എങ്ങനെ അമ്മ ഒരു കൊച്ചിന്റെ മുഖത്ത് ഈ കാച്ചിന് മണിയാന്ന് വിളിക്കുന്നത്? നീ ആവശ്യം സംസാരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കണം. ഇത് കാരണമാണ് എന്റെ ഭാര്യ അമ്മണി ഇവിടെ വരാത്തത്. ആര്? എന്റെ ഭാര്യ അമ്മണി ഇവിടെ വരാത്തത്. അമ്മണി അമ്മായി വരും, എനിക്കറിയാം. അവള് വന്നാ നിന്റെ മണ്ട അടിച്ചാൽ അവള് കീറും. ഒരിക്കലും ഒരു മരുമോനായ എന്റെ മണ്ട അമ്മായി അടിച്ച് കീറത്തില്ല. താലി കെട്ടിയ ഭർത്താവിന്റെ മണ്ട അടിച്ച് കീറുകളാണ്. ഇനി മനുമോൻ അടിക്കാൻ പോണം. ഓടാ അവിടെ നിന്ന്. നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയണില്ലേ? എന്തെങ്കിലും നിങ്ങൾക്കൊരു പിൻവിളി ഉണ്ടാവും. എടാ, പ്രായമൊക്കെ ആയി വരുന്നേലേ, പിടിച്ചാ കിട്ടൂല. അതങ്ങ് പോട്ടെ. അയ്യ, അതല്ലെന്ന്. പിന്നെ വിളി എന്നാണ് ഞാൻ പറഞ്ഞത്. അതാണ്. പിന്നെ കൊച്ചിന് എന്തെങ്കിലും കൊണ്ടുവരാൻ കൊടുത്തിട്ട് പോയി. അയ്യോ, എന്റെ ചെറുമോന് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. കൊള്ളാം. എവിടെ? എന്റെ ചെറുമോന് കൊണ്ടാ കുളിക്കാൻ തോർത്ത്. എന്താ ടോർച്ച്? ഓ ആണ്ട ദേവൻ സെറ്റ്. ഓ, ആണ്ടാ ലുങ്കി.
ഒരു വീഡിയോ ഒരു തീപ്പെട്ടിയുടെ വാങ്ങിക്കാത്തത് അതെന്തിന്? അല്ല ചിലപ്പോ പാല് കുടിച്ചു കഴിഞ്ഞാൽ ഒന്ന് വലിക്കാൻ തോന്നിയാലോ എടാ ഞാൻ വെച്ച് ഒത്തിരി മാറ്റി സാധനം നോക്കിയാണ് ഒരു മര്യാദ വേണ്ടി പിള്ളേർ അങ്ങനെയല്ല നമ്മൾ നോക്കാനുള്ളത്. പിന്നെ? കൊച്ചുങ്ങളെ വളർത്തുമ്പോഴത്തേക്കും പിള്ളേരെ കുളിപ്പിക്കുന്നതിന് തന്നെ വലിയ കാര്യമുണ്ട്. അതെങ്ങനെ കുളിപ്പിക്കുന്ന? എങ്ങനെ കുളിപ്പിക്കണതാ? അതായത് കൊച്ചുങ്ങളെ എണ്ണ തേക്കണം. എണ്ണ തേച്ചിട്ട് നമ്മൾ എണ്ണ തേച്ച് വെയിലത്ത് നിർത്തണം. നിർത്തിയിട്ട് മാക്സിമം എണ്ണ എടുത്തിട്ടേ കുളിപ്പിക്കാവൂ. അത് കൊച്ചാണല്ല കൊപ്പറയില എണ്ണ എടുത്തിട്ട് വെക്കായി. അമ്മാ ഒരുമാതിരി വൃത്തിയോടെ പറയരുത്. ഇനി ഒരു കാര്യം ഞാൻ പറയാം. അമ്മാവനെ ഇത്രയൊക്കെ പറഞ്ഞ എന്റെ അടുത്ത് സ്നേഹം കൊണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇത്രയും ആശുപത്രിയിൽ കിടന്നിട്ട് കറക്റ്റ് ഇവിടെ തന്നെ തിരക്കൊന്നുമില്ല അമ്മാവ്. അത് സ്നേഹങ്ങളുണ്ടല്ലോടാ. എടാ എന്നെ നിനക്ക് പണ്ടേ എനിക്ക് നിന്നെ അറിയാം. പക്ഷെ നീ സർക്കാർ ആശുപത്രി കേസ് ഇട്ടാ. സർക്കാർ ആശുപത്രിക്ക് എന്തോന്ന് കുഴപ്പം? ആശുപത്രിക്ക് ഒരു കുഴപ്പമില്ല. നിനക്കാന്താ കുഴപ്പം? എനിക്കെന്തോ പൊടിച്ച് പ്രസവിച്ചു ആൺകുട്ടി. എന്റെ പൊന്നോക്കളെ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇനി നമുക്ക് വഴക്കൊന്നും കൂടണ്ട. നീയേ ഇവിടെ ഡിസ്ചാർജ് ആവുമ്പോഴേ കൊച്ചിനെ മോളെയും കൊണ്ട് അങ്ങ് വീട്ടിൽ തറവാട്ടി കൊണ്ടാക്കണം. അങ്ങോട്ട് വരാനാ? അങ്ങോട്ടുണ്ടാകും. അപ്പൊ ഡിസ്ചാർജ് ആവണ ദിവസം ഞാനും ഈ കൊച്ചും ഭാര്യയും കൂടെ നേരെ തറവാട്ടിലോട്ട് വരും. നീ എങ്ങാട്ട് പോണ്? അവളും കൊച്ചു മാത്രം വന്നാൽ മതി എന്ന്. ഞാൻ വരണ്ടേ? നീ വരണ്ട. നീ എന്തിനാ തറവാട്ടി കയറി വരുന്നത്? നിങ്ങളിങ്ങനെ ഒഴിവാക്കുന്നോണ്ട് ചോദിക്കുന്നത്. ഞാൻ നന്നായിട്ട് അധ്വാനിക്കും, ഞാൻ നന്നായിട്ട് നോക്കും. ഇപ്പൊ ഒരു കുഞ്ഞിക്കാലും പറഞ്ഞ് പിന്നെ എന്താണ് എനിക്കുള്ളൊരു കുറവ്? എന്റെ മക്കളെ നീ നല്ല ചെറുക്കൻ തന്നെ. നീ അവളെ പൊന്നുപോലെ നോക്കും. പക്ഷെ എനിക്കെന്തോ എനിക്ക് ഇതിനെ കണ്ടെടുത്താ കണ്ടുവിടാ. അമ്മാവാ